ഇനിയാണ് ഇന്നത്തെ ആ പ്രത്യേക ചടങ്ങ്, എപ്പിഫനി ആഘോഷം. എപ്പിഫനി എന്ന് പറഞ്ഞാൽ പുൽക്കൂട് പൊളിക്കൽ, ഉണ്ണീശോയോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്ന ഒരവസരമാണ്. ജ്ഞാനികൾക്ക് ക്രിസ്തു തൻ്റെ ദർശനം നൽകിയതിൻ്റെ ആഘോഷവും അനുസ്മരണമാണ് എപ്പിഫനി. ഡിസംബർ 25 സായാഹ്നത്തിൽ 12 ദിവസം വരെയുള്ള ദിവസങ്ങളിൽ ജനുവരി 6 എത്തി നിൽക്കുന്ന ദിവസമാണ് എപ്പിഫനി ആഘോഷിക്കുന്നത്. വ്യത്യസ്ത സഭകളിൽ, പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ ഈ എപ്പിഫനി ആഘോഷമുണ്ട്. നമുക്കറിയാം, ക്രിസ്മസ് വേളകളിൽ നാം എല്ലാവരും പുൽക്കൂട് കെട്ടി ഉണ്ണീശോയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു. ലോകത്തിൽ ആദ്യമായി പുൽക്കൂട് കെട്ടി ഉണ്ണീശോയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും സഹോദരങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, ഉണ്ണീശോയുടെ പ്രതീകങ്ങളാണ് പുൽക്കൂട്. ഇപ്പോൾ എപ്പിഫനി ആഘോഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്ക് ഉണ്ണീശോയുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായ ഈ ആഘോഷത്തിൽ ഏറെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ നമുക്ക് പങ്കെടുക്കാം. താരകളും ഒളിതൂകും ചന്ദ്രികയും കണ്ണുചിമ്മും താരകളും ഒളിതൂകും ചന്ദ്രികയും പാടും രാപ്പാടിയും കാറ്റിൻ മർമരവും വിണ്ണാഥനു താരാട്ടുപാടി ചിമ്മും താരകളും ഒളിതൂകും ചന്ദ്രികയും അന്ന പുണ്യരാവിലാട്ടിടയ മണിവേണുഗാനമുദിർത്തു അന്ന പുണ്യരാവിലാട്ടിടയ മണിവേണുഗാനമുദിർത്തു വെൺമേഘദൂതികൾ പൊൻവീണമീട്ടുന്നു വെൺമേഘദൂതികൾ പൊൻവീണമീട്ടുന്നു സ്വർഗസംഗീത സംലയമാ സ്വർഗസംഗീത സംലയമാ കണ്ണു ചിമ്മും താരകളും ഒളിതൂകും ചന്ദ്രികയും മഴ തേടിക്കേഴും വേഴാമ്പലായി നിന്നെ തേടി എൻ ജീവനും മഴ തേടിക്കേഴും വേഴാമ്പലായി നിന്നെ തേടി എൻ ജീവനും കുളിരേകും ധാരയാ എൻ ജീവരാഗമാ കുളിരേകും ധാരയാ എൻ ജീവരാഗമാ
വന്നു നീ എൻ ജീവനിൽ കണ്ണു ചിമ്മും താരകളും ഒളിത്തൂകും ചന്ദ്രികയും